ക്രിക്കറ്റ് ടീമിന്റെ നായക സ്ഥാനം അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊണ്ട് BCCI എടുത്ത നിർണായക തീരുമാനം ക്രിക്കറ്റ് ലോകത്ത് പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ പ്രഖ്യാപിച്ചതോടെ രോഹിത് ശർമ്മയിൽ നിന്ന് ശുഭ്മാൻ ഗില്ലിലേക്കുള്ള നായക സ്ഥാന കൈമാറ്റം ഏറെക്കുറെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 2027 ഏകദിന ലോകകപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ടീം പ്രഖ്യാപനം നടത്തിയതെന്ന് സെലക്ടർമാർ വ്യക്തമാക്കിയതോടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഗിൽയുഗം ആരംഭിക്കുന്നു എന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ മാറ്റത്തെക്കുറിച്ച് മുൻ ഇന്ത്യൻ ടീം അസിസ്റ്റന്റ് കോച്ചും രോഹിത് ശർമ്മയുടെ അടുത്ത സുഹൃത്തുമായ അഭിഷേക് നായർ പ്രതികരിച്ചത് ഏറെ ശ്രദ്ധേയമാണ്. നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണയുമായി ഞാൻ ഉണ്ടായിരിക്കും. ഇതൊരു മികച്ച തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നു. ക്യാപ്റ്റൻ സ്ഥാനത്തിന് അർഹനാണ് ശുഭ്മാൻ ഗിൽ എന്ന് ഒരു പ്രമുഖ സ്പോർട്സ് മാധ്യമത്തോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. രോഹിത് ശർമ്മയുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ പുതിയ നായകനെ പിന്തുണച്ചത് ഈ മാറ്റത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയുടെ സൂചനയാണ്. ക്യാപ്റ്റൻ സ്ഥാനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് രോഹിത് ശർമ്മയുമായി ചർച്ച നടത്തിയ ശേഷമാണ് തീരുമാനമെടുത്തതെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ അറിയിച്ചു. ഇത് പുതിയ തലമുറയ്ക്ക് അവസരം നൽകുന്നതിനോടൊപ്പം മുതിർന്ന കളിക്കാരോടുള്ള ബഹുമാനം നിലനിർത്തുന്നതായും വിലയിരുത്തപ്പെടുന്നു. അതേസമയം രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും 15 അംഗ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ 2020 ഏകദിന ഫോർമാറ്റുകളിൽ നിന്ന് ഇരുവരും വിരമിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും നിലവിൽ ഏകദിനത്തിൽ മാത്രമാണ് ഇവർ കളിക്കുന്നത്. ഇന്ത്യ ചാമ്പ്യന്മാരായ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഇരുവരും അവസാനമായി ദേശീയ ജേഴ്സി അണിഞ്ഞത്. ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ഏകദിന പരമ്പരയോടെ ഇവർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഈ പരമ്പരയ്ക്ക് ശേഷം ഇരുവരും വിരമിക്കുമെന്ന റിപ്പോർട്ടുകളും ശക്തമാണ്. ക്രിക്കറ്റിൽ പതിറ്റാണ്ടുകളോളം ഇന്ത്യയെ നയിക്കുകയും രാജ്യത്തിന് നിരവധി വിജയങ്ങൾ സമ്മാനിക്കുകയും ചെയ്ത ഈ രണ്ട് ഇതിഹാസ താരങ്ങളുടെ വിടവാങ്ങൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു യുഗത്തിന്റെ അവസാനമാകും. ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി ശ്രേയസ് അയ്യരെയാണ് തിരഞ്ഞെടുത്തത്. മധ്യനിരയിൽ ടീമിന്റെ ശക്തിയായി മാറിയ ശ്രേയസ് സമീപകാലത്ത് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രകടനം, ഫിറ്റ്നസ് എന്നിവ പരിഗണിച്ച് എടുത്ത ഈ തീരുമാനം ശരിയായ ദിശയിലുള്ളതാണെന്നും വിലയിരുത്തപ്പെടുന്നു. അതേസമയം മലയാളി താരം സഞ്ജു സാംസൺ ഏകദിന ടീമിൽ ഇടം നേടിയേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ പരിഗണിച്ചില്ല. ഇത് സഞ്ജുവിന്റെ ആരാധകർക്ക് നിരാശ നൽകുന്ന വാർത്തയാണ്. ശുഭ്മാൻ ഗില്ലിനെ പോലൊരു യുവതാരത്തിന് നായക സ്ഥാനം നൽകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാവിക്ക് വലിയ സംഭാവനകൾ നൽകും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുതിയ തന്ത്രങ്ങളും യുവതാരങ്ങളും ടീമിലേക്ക് കടന്നു വരാനും സാധ്യതയുണ്ട്. 2027 ലോകകപ്പ് ലക്ഷ്യമിട്ട് ടീമിനെ വാർത്തെടുക്കാൻ ശുഭ്മാൻ ഗില്ലിന്റെ അനുഭവ സമ്പത്ത് സഹായകമാകും. യുവതാരങ്ങളെ ഒരുമിപ്പിക്കാനും അവരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പ്രേരിപ്പിക്കാനും ഗില്ലിന്റെ യുവത്വം സഹായിക്കും. നിലവിൽ ശുഭ്മാൻ ഗിൽ ഏകദിനത്തിൽ മികച്ച ഫോമിലാണ്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം ടീമിന്റെ വിജയത്തിനും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കളിക്കാരൻ എന്ന നിലയിലും നായകൻ എന്ന നിലയിലും ശുഭ്മാൻ ഗില്ലിന് വലിയ വെല്ലുവിളികളാണ് ഇനി നേരിടാനുള്ളത്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയ മുതിർന്ന താരങ്ങളുടെ പിന്തുണയോടെ ശുഭ്മാൻ ഗില്ലിന് ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കുമോ എന്ന് ആരാധകരുടെയും ക്രിക്കറ്റ് വിദഗ്ധരുടെയും പ്രതീക്ഷയാണ് ഇപ്പോൾ. ഈ പുതിയ മാറ്റം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നും കാത്തിരുന്ന് കാണാം.